ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ മോഡി കെയറിൻ്റെ ഒരു സൂപ്പർ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടാണ് കേട്ടോ. അതായത് നമ്മൾ പാർലറിൽ യൂസ് ചെയ്തിട്ട് അതിൻ്റെ റിവ്യൂ ആണ് ഞാനിപ്പോൾ ഒന്ന് പറയാൻ പോകുന്നത്. 2-3 പ്രാവശ്യം നമ്മൾ യൂസ് ചെയ്തു. സൂപ്പർ പ്രൊഡക്റ്റാണ് കേട്ടോ. അതായത് സലൂൺ പ്രൊഫഷണൽ ഹെയർ കളർ ക്രീമാണിത്. അപ്പോൾ ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ഡാർക്ക് ബ്രൗൺ കളറാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മെയ്ഡ് ഇൻ ഇറ്റലിയാണ്. അതുപോലെ തന്നെ അമോണിയ അതിൻ്റെ പാരബൻ ഫ്രീ ആണ്. അതുപോലെ തന്നെ ഇതിൽ ആർഗൻ ഓയിലും അതുപോലെ തന്നെ ഒലിവ് ഓയിൽ, അതുപോലെ തന്നെ ബ്രഹ്മി, അങ്ങനെ കുറേ ഐറ്റംസിൽ ചേർന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കംപ്ലീറ്റ്ലി നമുക്ക് ഗ്രേ കളർ കളയാൻ പറ്റും. നല്ല സൂപ്പറായിട്ട് ലോങ് ലാസ്റ്റിങ് ചെയ്യുന്നതും അതുപോലെ വോളുമൈസിങ് ചെയ്യുന്നതും സോഫ്റ്റ് ആൻഡ് ഷൈനിങ് ആണ് ഇതിൻ്റെ റിസൾട്ട് വരുന്നത്. ഇതിൽ കൊടുത്തിട്ടുള്ളത് ഒരു ഡെവലപ്പർ ഉണ്ട്, ക്രീമുണ്ട്, അതുപോലെ തന്നെ കണ്ടീഷണറും ആണ്. പിന്നെ ഇത് ഉപയോഗിക്കേണ്ട വിധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സാധാരണ കളർ നമ്മൾ ഡൈകളൊക്കെ യൂസ് ചെയ്യുന്ന പോലെ തന്നെയാണ്. ക്രീമും ഡെവലപ്പറും നിശ്ചിത അനുപാതത്തിൽ ഒരേപോലെ എടുക്കണം. അതായത് ഇപ്പോൾ ക്രീം എത്രയാണ് എടുത്തത് അത്ര തന്നെ ഡെവലപ്പർ നമ്മൾ അതിൽ മിക്സ് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ സ്ട്രിപ്പിൽ എല്ലാ തരത്തിലുള്ള സംശയങ്ങൾക്കും ഉത്തരങ്ങളും ഉണ്ട് കേട്ടോ. പിന്നെ ഇതിൽ കൊടുത്തിട്ടുള്ളത് വെറുതെ ഒരു പരസ്യത്തിന് വേണ്ടി കൊടുത്തിട്ടുള്ള ഐറ്റംസുകളല്ല, സൂപ്പർ ഐറ്റംസുകളാണ്. എല്ലാം നമ്മുടെ മുടിക്ക് വളരെയധികം സ്ട്രെങ്ത്തും അതുപോലെ തന്നെ കളറും കൊടുക്കുന്നതാണ്. പിന്നെ ഞാൻ ഉപയോഗിച്ചതിന് ശേഷമാണ് ഇതിൻ്റെ റിവ്യൂ പറയുന്നത്. നമ്മൾ ഉപയോഗിച്ചിട്ട് നമുക്കൊരു സൈഡ് എഫക്ട്സ് ഉണ്ടായിട്ടില്ല. മുടി കൊഴിച്ചിലാണ് മെയിൻ പ്രോബ്ലം എല്ലാവരുടെയും, അതും ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ ഒരു റിവ്യൂ പറയാമെന്ന് വിചാരിച്ചത്. ബെസ്റ്റ് പ്രൊഡക്റ്റാണ് മോഡി കെയറിൻ്റെ. മെയിനായിട്ട് നമുക്ക് മുടി കൊഴിച്ചിലില്ല, അതുപോലെ തന്നെ ലോങ് ലാസ്റ്റിംഗ് ആണ് കേട്ടോ. മെയിനായിട്ട് നമ്മൾ പാർലറിലൊക്കെ യൂസ് ചെയ്യുമ്പോൾ അങ്ങനെയാണല്ലോ വേണ്ടത്. അപ്പോൾ ഇത് എല്ലാം കൂടിയിട്ടുള്ള ഒരു കളറാണ്. അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാം. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സ്മെല്ലാണ് ഇതിന് വരുന്നത്. അതുപോലെ തന്നെ ഇത് ഉപയോഗിക്കേണ്ട വിധം ഇപ്പോൾ നമ്മൾ പാർലറിലായതുകൊണ്ട് തന്നെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഇങ്ങനെ ആണ് എടുക്കാറുള്ളത്. നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ കറക്റ്റ് അതിൻ്റെ ആ ഒരു എന്താ പറയുക അളവ് ആയിരിക്കണം നമ്മൾ എടുക്കേണ്ടത്. അതുപോലെ തന്നെ ഇത് വെറ്റായിട്ടുള്ള ഹെയറിലാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. പിന്നെ ഇത് മിക്സ് ചെയ്യുമ്പോൾ നല്ല ക്രീം ലെവലിൽ ആ ഒരു ടെക്സ്ചർ കിട്ടുന്നത് വരെ നല്ല രീതിയിൽ നമ്മൾ മിക്സ് ചെയ്യണം. അതിന് ശേഷമായിരിക്കണം നമ്മൾ ഹെയറിൽ അപ്ലൈ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഹെയർ വളരെയധികം നല്ല രീതിയിൽ വാഷ് ചെയ്തതിന് ശേഷം ഉണങ്ങിയതിന് ശേഷമായിരിക്കണം ഈ ഒരു ക്രീം നമ്മുടെ ഹെയറിൽ അപ്ലൈ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഇതേപോലെ നമുക്ക് എവിടെയൊക്കെയാണ് നരയുള്ളത് ആ വശത്തൊക്കെ നമ്മളിങ്ങനെ ലൈനായിട്ട് എടുത്തിട്ട് വേണം ഇത് അപ്ലൈ ചെയ്യാൻ. പിന്നെ ഇത് ഇട്ട് കഴിഞ്ഞാൽ ഒരു അരമണിക്കൂർ നേരം കഴിഞ്ഞിട്ട് വേണം നമുക്കിത് കഴുകി കളയാൻ. അതുപോലെ തന്നെ ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് നല്ല തണുത്ത വെള്ളത്തിലായിരിക്കണം ഇത് കഴുകി കളയാനായിട്ട്. അത് കഴിഞ്ഞ് നമുക്ക് ആ കണ്ടീഷണർ യൂസ്